നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ അവരുടെ അണികളും അനുയായികളും മറ്റു പല ആളുകളുമൊക്കെ തന്നെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തൊരിടത്തും ഒരാശയത്തെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാൻ ശാരീരികമായൊരു ആക്രമണം കൊണ്ടോ അല്ലെങ്കിൽ ആളുകളെ ഇല്ലാതാക്കിക്കൊണ്ടോ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന വസ്തുതയും യാഥാർത്ഥ്യവും നമ്മുടെ ജനമെന്നാണ്, സാധാരണക്കാരായിട്ടുള്ള അണികളെന്നാണ് മനസ്സിലാക്കുക എന്നൊരു സംശയമാണ് എനിക്കുള്ളത്. അതിലേക്ക് നയിച്ച കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം, അതായത് 30-ാം തീയതി ഓഗസ്റ്റ് 2025 ഇന്നലെ കേരളത്തിലെ ഒരു യൂട്യൂബ് പോർട്ടലായിട്ടുള്ള മറുനാടൻ മലയാളിയുടെ ഫൗണ്ടറായിട്ടുള്ള ഷാജൻ സ്കറിയ മൂവാറ്റുപുഴ തൊടുപുഴക്കടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വണ്ടി, ആ വണ്ടിയിലേക്ക് ഒരു ഥാർ വന്ന് ഇടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഇടിച്ചതിന് ശേഷം അദ്ദേഹത്തെ വലിയ രീതിയിൽ മർദ്ദിക്കുകയും അങ്ങനെ അദ്ദേഹം ഏതാണ്ട് ഹോസ്പിറ്റലാകുകയും ചെയ്തു. ശാരീരികമായ പരിക്കുകൾ അത്രത്തോളം ഗുരുതരമല്ല. പക്ഷേ അദ്ദേഹം ഇന്നലെ രാവിലെ മുതൽ ഇടുക്കിയിലെ ഈ പറയുന്ന തൊടുപുഴക്കടുത്തുള്ള ഒരു കല്യാണത്തിൽ പങ്കെടുക്കുകയും വൈകുന്നേരം റിസപ്ഷന് വേണ്ടി പോവുകയും ചെയ്തപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്ട് ആസൂത്രിതമായി ചെയ്തതാണ് എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അതിൻ്റെ പുറകിൽ ആരാണ് എന്ന് പറയുന്ന നിഗമനങ്ങളിലേക്കൊന്നും എത്താറായിട്ടില്ലെങ്കിലും പലപ്പോഴും ചില DYFI പ്രവർത്തകരാണ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. എനിക്കറിയില്ല, അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം, അതിൻ്റെ പുറത്ത് പോലീസ് FIR ഇട്ട് അന്വേഷണം നടത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. കർശനമായിട്ടുള്ള നടപടികൾ ഈ കാര്യത്തിൽ എടുക്കണം എന്നാണ് എനിക്ക് പോലീസിനോടും അതുപോലെ ഗവൺമെൻറ്റിനോടും ഒക്കെ അവകാശപ്പെടാനുള്ളത്. ഇതിൻ്റെ പിന്നിൽ ചില സംശയങ്ങളുണ്ട്. മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ചാനലിനെ നിരന്തരമായി നമ്മുടെ സംസ്ഥാന സർക്കാരും മറ്റു പല ആളുകളും ഒക്കെ വേട്ടയാടിക്കൊണ്ടിരുന്നതാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ആളുകൾ ഏറ്റവും മിതമായ രീതിയിൽ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പോലും ഇല്ലാതാക്കിയത് ആളുകളെ കൊന്നിട്ടല്ല, പകരം ഡീറാഡിക്കലൈസേഷൻ മെത്തേഡ് നടത്തിക്കൊണ്ടാണ്. അത്തരത്തിൽ അവരെ ആശയപരമായി അതിൽ നിന്ന് വിടുതൽ നേടാൻ സഹായിച്ചുകൊണ്ടാണ് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കണം. ഇതിന് മറ്റൊരു വേർഷൻ കൂടിയുണ്ട്. ഏതോ കോറി മാഫിയയുടെ ഒരു ഉടമയുമായി ബന്ധപ്പെട്ടെന്നും അദ്ദേഹത്തിനെതിരെ കൊടുത്ത വാർത്തയുണ്ട് എന്നുമൊക്കെ പറയുന്നു. പക്ഷെ ആരാണെങ്കിലും ശരി, ഒരു ഇത്തരത്തിൽ ഈ പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ തീർച്ചയായും ആക്രമിക്കപ്പെട്ടുകൂടാ. ആ തരത്തിൽ ശാരീരികമായി ഏതൊരു ആക്രമണത്തെയും ഞാൻ അങ്ങേയറ്റം അപലപിക്കുന്നു. ഇതിൽ നമുക്കറിയാം, ഗോവിന്ദ് പൻസാര എന്ന് പറയുന്ന ഒരാൾ 2015 ഫെബ്രുവരി 20-ാം തീയതി ഈ പറയുന്ന അക്രമികളാൽ കൊല്ലപ്പെട്ടിട്ടും ഈ പറയുന്ന പോലെ അവരെ എതിർക്കാതിരുന്നവർ പിന്നെയും ഉയർന്നു വന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഈ പറയുന്ന പോലെ ഹിന്ദുത്വ ശക്തികളായിരുന്നു അദ്ദേഹത്തിനെതിരെ ആക്രമണം നടത്തിയതെങ്കിൽ നമുക്കറിയാം, ഈ പറയുന്ന പോലെ ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന ഒരാൾ 2017 സെപ്റ്റംബർ 5-ാം തീയതി ഈ പറയുന്ന പോലെ വെടിയേറ്റ് കൊല്ലപ്പെടുമ്പോൾ അവർക്കെതിരെയും ഇതുപോലെ ഹിന്ദുത്വ ശക്തികളാണ് ആക്രമണം നടത്തിയതെങ്കിൽ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരാൾ 2012 മെയ് 4 മുഖത്ത് 54 വെട്ടുകൾ വെട്ടിക്കൊലപ്പെടുത്തിയപ്പോൾ അതിൻ്റെ ആരോപണം നീണ്ടത് ഈ പറയുന്ന CPM പോലെയുള്ള പ്രസ്ഥാനങ്ങളിലേക്കാണ് എന്ന് നിങ്ങൾ അറിയണം. ഏറ്റവും ഒടുവിൽ ബീഹാറിൽ ചെന്ന് ഒരു ജേർണലിസ്റ്റ് അവിടെ ഈ പറയുന്ന പോലെ SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേടുകളെക്കുറിച്ചും സൈൻ ഇല്ലാതെ പോലും ആളുകളുടെ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും അവർക്ക് വോട്ട് കിട്ടുന്നതിനെക്കുറിച്ചുമൊക്കെ കൃത്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞ അജിത് അഞ്ജും എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിനെതിരെ കേസ് വന്നതെന്ന് നമുക്കറിയാം. ഒരു കേസുകൾ കൊണ്ടോ ശാരീരികമായ ആക്രമണങ്ങൾ കൊണ്ടോ ആളുകൾ ഇല്ലാതാക്കിയത് കൊണ്ടോ ഈ പറയുന്ന പോലെ ഒരു പ്രസ്ഥാനങ്ങൾക്ക് വളർച്ച കിട്ടില്ലെന്നും അത്തരത്തിൽ എതിർപ്പുകളെയൊന്നും അടിച്ചമർത്താൻ കഴിയില്ല എന്നും നമ്മുടെ സാധാരണ രാഷ്ട്രീയ നേതൃത്വവും സംഘടനകളുമൊക്കെ മനസ്സിലാക്കുന്നതെന്നാണെന്ന് നമുക്കറിയില്ല. ജോസഫ് മാഷെ കൈവെട്ടിയപ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ആ കൈവെട്ടാൻ കാരണമായിട്ടുള്ള വിമർശനം വളരെ ചെറുതായിരുന്നുവെങ്കിൽ ആ കൈവെട്ടിയതിന് ശേഷം ആളുകളൊക്കെ ഭയന്ന് പിന്മാറുമെന്നാണ് വിചാരിച്ചതെങ്കിൽ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ കാണാം എത്രയോ അതിനേക്കാളൊക്കെ 10 ഇരട്ടിയുള്ള വലിയ വിമർശനമാണ് ഈ പറയുന്ന പോലെ ആ കാര്യത്തിൽ ഏൽക്കേണ്ടി വരുന്നത് എന്ന് നോക്കിയാൽ അറിയാം. നിങ്ങൾക്ക് കായികമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയും വണ്ടി ഇടിപ്പിച്ചും കൊന്നുകൊണ്ടും ഒരു ഈ പറയുന്ന പോലെ എതിർ സ്വരവും നിങ്ങൾക്ക് ഇല്ലാതാക്കാനാവില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. ഇത് മറുനാട് ഷാജൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെങ്കിൽ നിങ്ങളാരും അറിയാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിനേതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ക്രൈം ഓൺലൈൻ പോർട്ടൽ നടത്തുന്ന നന്ദകുമാറിനെതിരെയും കേരള പോലീസ് ഒരു കേസെടുത്തിരിക്കുന്നു. അതൊരു സുവോമോട്ടോ കേസാണ് എടുത്തേക്കുന്നത്. ആ സുവോമോട്ടോ കേസ് പോലീസ് എടുത്തോട്ടെ. ആ കേസിനെ നന്ദകുമാർ തീർച്ചയായിട്ടും കോടതിയിൽ ഈ നിയമത്തിൽ അനുശാസിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് അതിനെതിരെ പോരാടും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷേ ഗവൺമെൻറ്റുകൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ കേസുകൾ എടുത്തുകൊണ്ടും ശാരീരികമായ ആക്രമണം നടത്തിക്കൊണ്ടും അവരുടെ ഈ പറയുന്ന പോലെ ഗവൺമെൻറ്റിനെതിരെയുള്ള വിമർശനങ്ങളുടെ മൂർച്ച കുറയ്ക്കുക
കുറക്കാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റിപ്പോയി. അല്ല, യഥാർത്ഥത്തിലുള്ള കേസാണ് എടുത്തതെങ്കിൽ നിങ്ങൾ ആ കേസുകളുമായി കൃത്യമായി നിയമപരമായി എല്ലാ അവകാശങ്ങളും കൊടുത്തുകൊണ്ട് അത് പ്രൊസീഡ് ചെയ്യാൻ കഴിയണം എന്നാണ് പറയുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, മറുനാടൻ ഷാജനെതിരെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഷാജൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കരുത് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് ഷാജൻ ഗാന്ധിജിയെ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഗാന്ധിജി കാരണമല്ല, പകരം സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗിനുമൊക്കെ കാരണമാണ് എന്ന് പറഞ്ഞ് ഒരു ഈ പറയുന്ന പോലെ സംഘപരിവാർ നരേറ്റീവ് കൃത്യമായി സെല്ല് ചെയ്യാൻ ശ്രമിച്ചതിന് ഞാൻ എതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തതിൽ ഷാജൻ എന്നോട് ചെറിയ ഒരു ബുദ്ധിമുട്ട് തോന്നി എന്നുള്ളതും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും മറ്റു ചില ആളുകളോടത് പറഞ്ഞിരുന്നു. പക്ഷേ ഷാജൻ അറിയേണ്ട ഒരു കാര്യം, ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഇല്ലാതെ താങ്കൾ പറയുന്ന ഫാക്ച്വലി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് എതിരെ ഞാൻ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ആരുടെ മുമ്പിലും നട്ടെല്ല് വളച്ചിട്ടില്ലാത്ത, സ്വന്തം ബുദ്ധി ആരുടെ മുമ്പിലും പണയം വെച്ചിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ എന്നുള്ളത് താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാം. മാത്യു സാമുവലിൻ്റെ ചാനലിൽ നിൽക്കുമ്പോൾ മറുനാടൻ ഷാജിനെതിരെ കേരള ഗവൺമെൻറ് ഒരു വേട്ടയാടൽ നടത്തുമ്പോൾ, നിരവധി കേസുകൾ എടുക്കുമ്പോൾ, യൂസഫ് അലിക്കെതിരെയുള്ള കേസുകളൊക്കെ നടക്കുമ്പോൾ മാത്യു സാമുവലിൻ്റെ ചാനലിൽ ഇരുന്ന് മാത്യു സാമുവലിന് എതിരഭിപ്രായം ഉണ്ടായിരുന്നു, താങ്കൾക്കെതിരെയാണ് വീഡിയോ ചെയ്തത്, എന്നിട്ട് പോലും ഞാൻ ഈ പറയുന്ന പോലെ മറുനാടൻ ഷാജിനെ കൊല്ലാതിരുന്നതിന് നന്ദി എന്ന കൃത്യമായൊരു വീഡിയോ ചെയ്ത ഒരാളാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആശയപരമായ വിയോജിപ്പുകൾ എനിക്കുണ്ടെങ്കിൽ അത് സധൈര്യം ഞാൻ വിളിച്ചു പറയും. ഞാൻ ആരുടെയും അടിമയല്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, മറുനാടൻ ഷാജനെതിരെ കായികമായിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തിയാൽ അത് അങ്ങേയറ്റം അപലപനീയമാണ്. ഞാൻ ഷാജനെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. അദ്ദേഹം തൊടുപുഴയിലെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലാണെന്ന് അറിയുന്നു. ഇന്ന് വൈകുന്നേരത്തേക്ക് ഡിസ്ചാർജ് ചെയ്യുമെന്ന് അറിയുന്നു. വളരെ സന്തോഷം. വലിയ പരിക്കുകളില്ലാതെ അദ്ദേഹം തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പീയൂഷെ വിളിച്ചിരുന്നു, വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു. റോബിനെ തിരുമലയും വിളിച്ച് എന്ത് ചെയ്തിരുന്നു ചോദിച്ചിരുന്നു. പക്ഷേ റോബിൻ നിങ്ങളുമായി കോൺടാക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിരുന്നു. നന്ദകുമാറിൻ്റെ കേസിലും ഷാജൻ്റെ കേസിലുമൊക്കെ അവർക്ക് നിയമപരമായി അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിയമപരമായ നടപടികൾ സ്വീകരിക്കാം. പക്ഷെ അല്ലാതെ ഒരു മാധ്യമം ഈ പറയുന്ന പോലെ നടത്തിക്കൊണ്ട് പോകാനതിനെ, അതിനെ സ്ലോ ആക്കുന്നതിനെ, അതിനില്ലാതാക്കുന്നതിനെ ശ്രമിക്കുന്നത്, ശാരീരികമായ ആക്രമണങ്ങൾ ശ്രമിക്കുന്നതിനെ അപലപിക്കുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് എൻ്റെ എന്നത്തെയും നിലപാട്. ഷാജൻ അറിയേണ്ടത് ഇതേ നിലപാട് തന്നെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസിൽ പോയി കരിയോയിൽ അഴിച്ചപ്പോഴും എനിക്കുള്ളത്. റിപ്പോർട്ടറിൻ്റെ പേരാമ്പ്രയിലും അതുപോലെ തന്നെ കോഴിക്കോടും വെച്ച് അവരുടെ വാഹനങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോഴും എനിക്കുള്ളത്. കാരണം ശാരീരികമായ ആക്രമണങ്ങൾ കൊണ്ട് ഒരു കാരണവശാലും ഒരാശയത്തെയും നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ അധികാരികളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. ഏറ്റവും പ്രശസ്തമായ ഒരു വോൾട്ടയറുടെ സെയിങ് ഉണ്ട്, പോയി പറയുന്ന വാക്കുകളുണ്ട്. ഇതാണ് ഷാജൻ, നിങ്ങളുടെ വാക്കുകളോട് എനിക്ക് വിയോജിപ്പാണ്, പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ മരണം വരെ പോരാടും എന്നുള്ളതാണ്. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ അത്തരത്തിലുള്ള സഹിഷ്ണുതകൾ, ടോളറൻസ് വിമർശനങ്ങളോട് ഷാജനും കാണിക്കണമെന്ന അപേക്ഷയാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും ആത്മാർത്ഥമായി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ രണ്ട് മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള നടപടികളുടെ പിന്നിൽ നിങ്ങളുടെ വൈരാഗ്യ ബുദ്ധികൾ പ്രവർത്തിക്കരുത് എന്നാണ് എനിക്ക് ഗവൺമെൻറ്റിനെയും CPM-നെയും ഒക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ തന്നെ പറയുന്ന ഫ്രീ സ്പീച്ചിനും, നിങ്ങൾ തന്നെ പറയുന്ന വലിയ സ്വാതന്ത്ര്യത്തിനും, നിങ്ങൾ തന്നെ ഈ പറയുന്ന പോലെ സംഘപരിവാർ ഹിന്ദുത്വ ശക്തികൾക്കെതിരെ പറയുന്ന ഗോവിന്ദ് പൻസാരയുടെയും അതുപോലെ തന്നെ ഗൗരി ലങ്കേഷിൻ്റെയും ഒക്കെ വാദങ്ങൾക്ക് പോലും അത് തിരിച്ചടിയാകും എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഒരു വിരൽ മറ്റുള്ളവരുടെ നേരെ ചൂണ്ടുമ്പോൾ 4 വിരൽ നമ്മളുടെ നേർക്കാണെന്നുകൂടി ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഓർക്കുന്നതെന്ന്. അതുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയോടും നമ്മുടെ മുഖ്യമന്ത്രിയോടും എനിക്ക് പറയാനുള്ളത്, നിഷ്പക്ഷമായ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കണമെന്നും ഷാജനെ ആക്രമിച്ചവർക്ക് ഒരു ദയവുമില്ലാതെ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ നമ്മുടെ നിയമത്തിന് കഴിയണം എന്നുമാണ്.